ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ വൈശാഖ് ഒരിടവേളയ്ക്ക് ശേഷമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു 50 കോടി കളക്ഷൻ കണ്ടിരിക്കുകയാണല്ലോ. മമ്മൂട്ടി ചിത്രം ടർബോ എന്ന സിനിമ 50 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്നത് ഇന്ന് 6ാം ദിവസത്തെ കണക്കുകളോടെയായിരുന്നു. ഇതോടെ മമ്മൂട്ടിയുടെ കരിയറിലെ 4ാമത്തെ 50 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുന്ന സിനിമ കൂടിയായിട്ട് ടർബോ മാറിയിരിക്കുകയാണ്. അതേസമയം വൈശാഖിന്റെ കരിയറിലെ തന്നെ 2ാമത്തെ 50 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുന്ന സിനിമയായിട്ടും ടർബോ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 50 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്ന മമ്മൂട്ടി സിനിമകളിലേക്ക് വരികയാണെങ്കിൽ 2022-ലാണല്ലോ മെഗാസ്റ്റാർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 50 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഒരു മലയാളം സിനിമയിലൂടെ കാണുന്നത്. അത് അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മ പർവം എന്ന സിനിമയിലൂടെയായിരുന്നു. 2ാമത്തെ 50 കോടി കളക്ഷൻ കണ്ടത് 2023 വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെയായിരുന്നു. 3ാമത്തെ 50 കോടി കളക്ഷൻ കണ്ടതാകട്ടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഭ്രമയുഗം എന്ന സിനിമയിലൂടെയായിരുന്നു. അതേസമയം ഇപ്പോഴത്തെ 4ാമത്തെ 50 കോടി നേരത്തെ പറഞ്ഞ 3 സിനിമകൾക്ക് ശേഷം ഇപ്പോഴത്തെ ടർബോ എന്ന സിനിമയിലൂടെ നേടിയെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, ടർബോ എന്നീ സിനിമകൾക്കിടയിൽ കാതൽ എന്ന സിനിമ റിലീസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹാട്രിക് 50 കോടി കളക്ഷൻ കടന്ന സിനിമകളുള്ള നടനായിട്ട് മമ്മൂട്ടിക്ക് മാറാമായിരുന്നു. എന്തായാലും നിലവിൽ ഹാട്രിക് അല്ല, മറിച്ച് തുടർച്ചയായിട്ട് 50 കോടി കളക്ഷനാണ് ഈ 2024 വർഷം മമ്മൂട്ടിയുടെ പേരിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി കളക്ഷൻ ഏത് സിനിമ നേടിയെടുക്കുമെന്നാണല്ലോ. ടർബോ എന്ന സിനിമ 100 കോടി നേടിയെടുക്കുമോ എന്ന് പ്രതിദിനം ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എന്തായാലും നേടിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത്. ഫൈനൽ കളക്ഷൻ വരാനായിട്ട് ഇനിയും സമയമായിട്ടില്ല. 2013 മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പിറന്ന ആദ്യ 50 കോടി കളക്ഷൻ 8 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി കണ്ടത്. 2016 പിറന്ന മോളിവുഡിന്റെ ആദ്യ 100 കോടി കളക്ഷൻ പിറന്നിട്ട് ഈ വരുന്ന ഒക്ടോബർ മാസം 8 വർഷം തികയുകയാണ്. അപ്പോൾ മമ്മൂട്ടിക്ക് ഒരു 100 കോടി അടുത്ത് നിൽക്കുന്നു എന്നാണ് ആ ലോജിക്ക് വെച്ച് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിക്ക് ഒരു 100 കോടി കാത്തിരിപ്പിന്റെ അടുത്ത വീഡിയോ കണ്ടന്റുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ടർബോയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരെ പ്രേക്ഷകർ കാത്തിരിക്കൂ.